അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹൗ ആർ യു ഫാൻസ്? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഖുർആനാണ് പഠിക്കാനുള്ളത്. ഖുർആൻ പഠിക്കുന്നത് ഇഷ്ടമാണ് എല്ലാവർക്കും. ഖുർആൻ നല്ല രൂപത്തിൽ, നല്ല ഈണത്തിൽ, നല്ല തജ്വീദൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ ഓതേണ്ടത്. എത്ര പേര് ഖുർആൻ നന്നായിട്ട് ഓതാൻ അറിയുന്നവരുണ്ട്? നല്ല ഈണത്തിൽ തജ്വീദ്. എന്താ തജ്വീദ്? തജ്വീദ് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഖുർആൻ ഓതാൻ പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഖുർആൻ ഓതി പഠിക്കാൻ. ആദ്യമായിട്ട് ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് ഏതാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ സ്റ്റോറി അല്ലേ? ആദ്യമായിട്ട് ഹിറാ ഗുഹയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ച 5 ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാ തജ്വീദ് നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ്. മനോഹരമായിട്ട് എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. എന്തൊക്കെ നിയമങ്ങളാണ്, എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ നമുക്ക് മെല്ലെ പഠിക്കാം. ആർ യു റെഡി? യെസ്, നല്ല കുട്ടികളാണ് ഇൻഷാ അല്ലാഹ്. അത് ഞാൻ ഓതി കേൾപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക. 5 ആയത്തുകൾ ഞാൻ ഓതുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. തജ്വീദ് പഠിച്ചാലുള്ള ഒരു ഗുണം എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? നമുക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ നബിനെ? നമ്മുടെ നബി എങ്ങനെയായിരുന്നു ഓതിയിരുന്നത് അതേപോലെ നമുക്കും ഇപ്പോഴും ഓതാം. അല്ല, ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എങ്ങനെയാണ് നബിക്ക് ഓതിക്കൊടുത്തത് അതേപോലെ നമുക്ക് ഇന്നും ഓതാം. അതുകൊണ്ട് ഞാൻ പറയുന്ന തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ ചിലപ്പോൾ നീട്ടാനുണ്ടാവും, ചിലപ്പോൾ മണിക്കാനുണ്ടാവും. ഒക്കെ ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി അതേപോലെ നിങ്ങൾ ഓതണം. റെഡി? ശരി. ഒന്നാമത്തെ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ് എന്ന് കണ്ടോ? എന്ന് മുഴങ്ങണം, മുഴങ്ങ. കൽക്കല എന്നാണ് അതിന് പറയാം. നിയമത്തിൻ്റെ പേരൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം, പക്ഷെ ഓതുമ്പോൾ മുഴങ്ങണം. ഇഖ് എന്ന് മുഴങ്ങണം. ഇഖ് എന്നല്ല, ഇഖ്റ. റ എന്ന് കേൾക്കണ്ട. ഇഖ്റ ബിസ്മി മതി. ഇഖ്റ ബിസ്മി എന്ന് വേണ്ട. ഇഖ്റ അത്ര മാത്രം കേട്ടാൽ മതി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. റബ്ബിക്കല്ലദീ. ദീ എന്നൊക്കെ പറയുമ്പോൾ, ദ എന്ന് പറയുമ്പോൾ എൻ്റെ നാവ് ഇവിടെ തട്ടി നോക്കൂ. ഇവിടെ ഈ പല്ലിൻ്റെ പുറത്ത് ദി അങ്ങനെ തട്ടണം, അക്ഷരം മാറിപ്പോരുത്. ഓക്കെ? റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖ് എന്ന് മുഴങ്ങണം. ഖലഖ് തെറ്റ്. ഖലഖ് എന്ന് പറയണം. ഖലഖ്. ഓക്കെ? റെഡി? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഓതി നോക്കൂ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ശരി. അടുത്ത ആയത്ത് ഖലഖൽ ഇൻസാന മിൻ അലഖ്.
ഖലഖൽ ഇൻസാന. ആരൊക്കെ ഓടിപ്പോവാൻ തിരക്കൊന്നും കൂട്ടണ്ട. ഖലഖൽ ഇൻസാന മിൻ അലഖ് അങ്ങനെ പോയിട്ടൊരു കാര്യമില്ല. ഇൻസാന അങ്ങനെ പറയണം, മണിച്ച് മറച്ച്. ഓക്കെ, ഖലഖൽ ഇൻസാന മിൻ അലഖ്. മിൻ വ്യക്തമായിട്ട്, മിൻ അലഖ്. അക്ഷരം നോക്കൂ, ഇത്ര ക്ലിയറായിട്ട് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ശരി, അടുത്ത ആയത്ത് ഇഖ്റ വറബ്ബുക്കൽ അക്രം. ഇഖ്റ ഇങ്ങനെ തന്നെ ഓതണേ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇഖ്റ വറബ്ബുക്കൽ അക്രം. അക്ക് നല്ല അക്രം അങ്ങനെയാണ് അറബിയിൽ പറയാം. ക, അത് മലയാളത്തിൽ പറയുന്ന പോലെ ക എന്നല്ല, ക ചെറിയൊരു കാറ്റ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ എൻ്റെ കൂടെ. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലദീ നാവ് എവിടെ തട്ടിയേ? അല്ലദീ ഇവിടെ പുറത്ത്, ഈ പല്ലിൻ്റെ പുറത്ത്. അല്ലദീ അല്ലമ ബിൽ ഖലം. ഖാഫ് അക്ഷരങ്ങളൊക്കെ ഞാൻ പറയുന്ന പോലെ തന്നെ നോക്കി അതേപോലെ ഉച്ചരിക്കണം. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലമൽ ഇൻസാന എന്ന് പറഞ്ഞ് ഓടിപ്പോണ്ട. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അപ്പോൾ ലെറ്റേഴ്സ് എല്ലാം ശരിയായി ഓതുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ 5 ആയത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ കൂടെ തന്നെ ഓതിക്കോളൂ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ശരി, അപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയ ഖുർആനിലെ ആയത്തുകൾ നമ്മൾ തജ്വീദോടു കൂടെ ഓതാൻ പഠിച്ചു. നമുക്ക് ഇനിയും കുറേ സൂറത്തുകൾ നിയമങ്ങളൊക്കെ പാലിച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് ഓതേണ്ടതുണ്ട്. എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഓതി പഠിച്ച് മെൻറ്റേഴ്സിനൊക്കെ ഓതി അയച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ ഖുർആൻ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.